വായനയുടെ മഹത്വം ഉയർത്തിപ്പിടിച്ച് പി.എൻ. പണിക്കർ അനുസ്മരണ ദിനത്തിൽ പശ്ചിമ കൊച്ചിയിൽ വിപുലമായ വായനാ ദിനാചരണം. വായന സന്ദേശവും പുസ്തകദാനവും പ്രതിജ്ഞയും കലാപരിപാടികളുമായി സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തം. പുതുതലമുറയ്ക്ക് വായനാശീലം പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. കേരളത്തിലെ സാക്ഷരതാ പ്രവർത്തനങ്ങളുടെയും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെയും പിതാവായി അറിയപ്പെടുന്ന പി.എൻ. പണിക്കരുടെ അനുസ്മരണ ദിനമായ വായനാ ദിനം പശ്ചിമ കൊച്ചിയിലെ വിവിധ സ്കൂളുകളിൽ വിപുലമായി ആചരിച്ചു. വായനയുടെ പ്രാധാന്യവും അറിവിന്റെ മൂല്യവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്ന നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചത്. പള്ളുരുത്തി SDPY ബോയ്സ് സ്കൂളിൽ നടന്ന വായനാ ദിനാചരണം ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ചന്ദ്രബിന്ദു ഉദ്ഘാടനം ചെയ്തു. വായിച്ച് എഴുതിയാണ് ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങളോട് സംവദിക്കാൻ ഇവിടെ വന്ന് നിൽക്കുന്നതാണ് അല്ലേ? അത് കേട്ടപ്പോൾ നിങ്ങൾക്കും തോന്നിയില്ലേ വായിക്കണമെന്ന്? തോന്നിയില്ലേ? പി.എൻ. പണിക്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, വായന ഇല്ലെങ്കിൽ ഒരാൾ വായിച്ചിട്ടില്ലെങ്കിൽ അയാൾ ജീവിച്ചിട്ടില്ലെന്നാ പറയണത്. സ്കൂൾ പ്രധാന അധ്യാപിക പ്രിയ KP അധ്യക്ഷയായിരുന്നു. എഴുത്തുകാരനും പൂർവ്വ വിദ്യാർത്ഥിയുമായ TN വേണുഗോപാൽ വായനാ ദിന സന്ദേശം നൽകി. ഡിവിഷൻ കൗൺസിലർ ഗീത പ്രഭാകരൻ, മാധ്യമപ്രവർത്തകൻ റോഷൻ കുമാർ, TN ഷീജ എന്നിവർ സംസാരിച്ചു. ചെറുപ്പം മുതലേ നമ്മൾ വായന ഒരു ശീലമാക്കി മാറ്റണം. പാഠപുസ്തകങ്ങൾ മാത്രമല്ല, കയ്യിൽ കിട്ടുന്നത് എന്തും നിങ്ങൾ വായിക്കണം. വായിച്ചാലേ നമുക്ക് നല്ലൊരു ഭാഷാശൈലി ഉണ്ടാവും, ചിന്തിക്കാനും വിവേചനപൂർവ്വം പെരുമാറാനുമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു വായനക്കാരായി നിങ്ങൾ മാറേണ്ടത് അത്യാവശ്യമാണ്. ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും വിദ്യാർത്ഥികളുടെ ഗണിത പ്രതിജ്ഞയും ഗണിത ഗാനവും അവതരിപ്പിച്ചു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് ഹൈസ്കൂളിൽ വായന ദിനാചരണം സംഘടിപ്പിച്ചു. കവയത്രി സുൽഫത്ത് ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക മേരി ആൻ പ്രീതി അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾ സ്വന്തം വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് സംഭാവനയായി നൽകി. വിദ്യാരംഗം കൺവീനർ ട്രീസ NL, അധ്യാപകരായ ലിജി, ഡെലീഷ്യ, സുമി, കലാലക്ഷ്മി, ഷൈൻ, ഹാൻസൺ, റോഷൻ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വായനാ ദിന പ്രതിജ്ഞയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ഫോർട്ട് കൊച്ചി സെൻട്രൽ കൽവത്തി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വായനാ ദിനാചരണം ഡിവിഷൻ കൗൺസിലർ ഫൗസിയ സജീർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപിക റുക്സാന ബായി അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരിയും പൂർവ്വ വിദ്യാർത്ഥിനിയുമായ സുൽഫത്ത് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. സ്വന്തം കൃതിയായ പാഷാണത്തിലെ കൃമി സ്കൂൾ ലൈബ്രറിക്ക് അവർ കൈമാറി. റുബീന ടീച്ചർ നന്ദി രേഖപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.